ഹലോ, മുഖ്യമന്ത്രിയാണ്. ആരാ? മുഖ്യമന്ത്രി. ഞാൻ നോക്കിക്കോളാം സാർ. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു സാർ. ഓക്കെ. ഞാൻ ചെയ്തോളാം സാർ. ഓക്കെ ശരി. ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ട. DGPയുടെ ഓർഡറാണ്. നാളെ രാവിലെ 7 മണിക്ക് മുഖ്യമന്ത്രി നേരിൽ പോയി കാണണം. നീയും നിന്റെ അപ്പനും. മനസ്സിലായോ? സാർ എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തു, പക്ഷെ മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയില്ലേ പ്ലീസ്. അതൊക്കെ ഓരോന്ന് എഴുതി വിടുന്നതിന് മുമ്പ് ആലോചിക്കണം. ഇത് CMന്റെ ഡയറക്റ്റ് ഓർഡറാണ്. കിട്ടാനുള്ളത് നേരിട്ടങ്ങ് വാങ്ങിക്കോ. ടേക്ക് നടക്കടാ. പൂജപ്പുരാണ് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് വല്ലപ്പോഴും കൊണ്ട് കാണാമായിരുന്നു. ഇത് നിന്നോടുള്ള വൈരാഗ്യം കൊണ്ട് വല്ല കണ്ണൂരാ വിയൂരെ കൊണ്ട് നാക്കുമെന്നാണ് എൻ്റെ പേടി. നീട് മാറിയിരുന്ന ഇവരാണ് സാർ. സാർ അകത്തോട്ട് ചെല്ലാമോ? ചെല്ലേ. വാ ഇരിക്കി. ഫോട്ടോ പോയിട്ട് വരാന്ന് പറ. വന്നേ. ഹലോ. ഓ ഇവിടെ ഇരിക്കി. ഓ ഓടോ. ഇവിടെ ഇരുന്നോ. ഇവിടെ ഇരുന്നോ. നീയാണ് പോസ്റ്റ് ഇട്ടതില്ലേ?
ഇവിടെ അരാജകത്വമാണ്, ഇവിടെ മുഴുവൻ അഴിമതിയാണ്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പാർട്ടിക്കൊടിയുടെ വില പോലും നൽകാത്ത ഒരു ഗവൺമെൻറ് എന്തിനാണിവിടെ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളെക്കാൾ വലുതാണെന്ന് തിരിച്ചറിയുന്ന ജനപ്രതിനിധികൾ ഇന്നിവിടെ ഉണ്ടോ? ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ? കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ട്. കടക്കൽ ചന്ദ്രൻ എന്നാണ് അയാളുടെ പേര്. ഇവിടെ തൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഞാൻ. സാറേ, ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അറിയാണ്ട് പറ്റിപ്പോയതാ. അപ്പൊ അതിനോട് കൂടി ഗുഡ് മോർണിംഗ്. എല്ലാവരും എത്തിയോ? ഇരിക്കെ. ഇത് സനൽ. സനലാണ് എനിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല, വായിക്കാത്തവർക്ക് വായിക്കാം. ഇത് ദാസപ്പൻ, സനലിൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ആശുപത്രി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് സനിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല, ഇല്ലല്ലോ? ഇല്ല. എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. അന്ന് ആശുപത്രിയിൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്രമീകരണങ്ങളാണ് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഇനിയൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പറഞ്ഞാൽ അത് പാലിക്കാൻ പറ്റാതെ പോകുന്ന ഒരു വാഗ്ദാനമായിപ്പോൾ. കാരണം ഈ VIP പല ടൈപ്പാണല്ലോ. പക്ഷേ ഇനി ഒരിക്കലും എൻ്റെ സന്ദർശനങ്ങൾ, അത് ആശുപത്രിയിലായാലും ശരി പൊതുസ്ഥലത്തായാലും ശരി, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. പിന്നെ അന്ന് ആശുപത്രിയിൽ വെച്ച് ഇവർക്കുണ്ടായ എല്ലാ അസൗകര്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഇവരോട് മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും ചായ കുടിച്ചിട്ട് പോയാൽ മതി. ചായ കുടിച്ചിട്ട് പോയാൽ മതി.